2020യുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ടാഗ് ഉണ്ട്, സെലിബ്രേറ്റ്. ഇന്ന് സ്പോട്ട്ലൈറ്റിന്റെ പോസ്റ്ററിലും ഒരു ടാഗ് ഉണ്ട്, സെലിബ്രേറ്റ്. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു 919 സ്പോട്ട്ലൈറ്റ്. സ്കോർ 50 നോട്ട് ഔട്ട്. സോ ഈ ഷോ ഒരു സെലിബ്രേഷൻ ആക്കാൻ എന്റെയും നിങ്ങളുടെയും കൂടെ ഇന്ന് ദിലീപ്, ഞാൻ നിങ്ങളുടെ ദിലീപ്. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ് സർ. താങ്ക്സ് എ ലോട്ട്. ദിലീപിന് മുമ്പ് മൈ ക്വസ്റ്റ്യൻ ഗോസ് ടു ഗോപാലകൃഷ്ണൻ. ആരാണ് ഈ ഗോപാലകൃഷ്ണൻ? ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ എന്ന ടീച്ചർമാർ വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടില്ല. കാരണം എനിക്കറിയില്ല എന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. കാരണം എന്നെ എല്ലാവരും വീട്ടിൽ ദിലീപ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ദിലീപ് എന്നുള്ള പേര് എന്റെ കൊച്ചച്ഛൻ ഇട്ടതാണ്. കൊച്ചച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിനിമാ പ്രേമിയായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ 3 കസിൻസ് ഉണ്ട്. അതിൽ മൂത്ത ആള് പ്രദീപ് കുമാർ, രണ്ടാമത്തെ ആള് മനോജ് കുമാർ, ഞാൻ ദിലീപ് കുമാർ. അങ്ങനെ വന്നൊരു പേരാണ് എനിക്ക് ദിലീപ് എന്ന് പറഞ്ഞത്. CID ഉണ്ണികൃഷ്ണൻ BA ആയിരുന്നു. CID മൂസയായ ഗോപാലകൃഷ്ണൻ എന്താണ്? ഞാൻ BA. ഇപ്പോഴും ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്ന ആരാണുള്ളത് ദിലീപിന്? എന്നെ എന്റെ അന്നത്തെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പോഴും എന്നെ ഗോപാലകൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ അവരിൽ നിന്ന് കുറെ പേര് എന്നെ ദിലീപ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഇതാണ് ദഹിക്കുന്നില്ല. സ്പോട്ട്ലൈറ്റിന്റെ ലൈറ്റ് ബോയ്, എന്റെ പേര് ഷാൻ. ഇത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. 919 സ്പോട്ട്ലൈറ്റിന്റെ 50th എപ്പിസോഡിൽ ഇനി ഒരു 50 സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത 50 സെക്കൻഡ്സിൽ ദിലീപ് പറയണം 2020 എന്ന് കേൾക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ആദ്യം മനസ്സിൽ വരുന്നത് എന്ത്? ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് പല സെറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ഒരു കോടതി എപ്പിസോഡ് എടുക്കുന്ന സമയത്ത് അത് 5 മണി ഒക്കെ ആയപ്പോഴാണ് അത് തുടങ്ങാം, ആ സീൻ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ തീരുമാനിച്ച സമയത്ത് സിദ്ദിഖ വന്നത് ജയരാജന്റെ ഗുൽമോഹർ എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിൽ നിന്നാണ്. അദ്ദേഹം താടിയൊക്കെ വളർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. സിദ്ദിഖ ഈ പടത്തിൽ ശരിക്കും താടി വടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ക്ലീൻ ഷേവ് ആണ്. അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞപ്പോ ജോസ് സാറെ ചോദിച്ചു, നിനക്ക് താടി ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അല്ല സാറേ കുഴപ്പമില്ല, നമുക്കത് ഇന്ന് എടുക്കുമോ ഇത് എന്ന് ചോദിച്ചു. അപ്പൊ അയ്യോ ഉറപ്പായിട്ട് എടുക്കും, നമുക്ക് നോക്കാം, ടൈം ഉണ്ടോ എങ്ങനെയാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 5 മണിയായപ്പോ ജോസ് സാർ പറഞ്ഞു, നീ താടി എടുത്തോ, നമുക്ക് ആ സീൻ എടുക്കാം എന്ന് പറഞ്ഞു. സിദ്ദിഖ് കൂടി പോയി ഷേവ് ചെയ്തു, കംപ്ലീറ്റ് നല്ല താടി മീശ എല്ലാം ഷേവ് ചെയ്ത് ക്ലീൻ ഷേവ് ചെയ്ത് കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാ 2-4 റിഹേഴ്സൽ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ലൈറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് ഇനി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പ്രൊഡ്യൂസർ എന്നുള്ളത് ഞാൻ തലക്കി വെച്ചിരുന്നു പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകളെ ഞാൻ എന്നാണ് കൊണ്ടുവരുന്നത്? കാരണം തേവര കോളേജിൽ ഞങ്ങൾക്ക് സൺഡേയിലാണ് ഷൂട്ടിംഗ് കിട്ടിയിരിക്കുന്നത്, മൺഡേയിൽ ഷൂട്ടിംഗ് ഇല്ല. പിറ്റേ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ. ഞാൻ ഈശ്വര എന്താ ചെയ്യണേ, ആകെ തകർന്നുപോയി. പെട്ടെന്ന് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കുമ്പോ പൊട്ടിച്ചിരിച്ചു പോയി ഞാൻ. കാരണം എല്ലാം നഷ്ടപ്പെട്ട ഒരു ഗ്രാമീണനെ പോലെ ഒരാൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു, സിദ്ദിഖ. കാരണം നാളെ ലൊക്കേഷനിൽ അപ്പുറത്ത് താടിയിട്ട് നിൽക്കേണ്ട ആളാ ജയരാജന്റെ സെറ്റിൽ. ഈ താടി പഠിക്കാൻ ഇവിടെ വന്ന പോലെ ആയിപ്പോയി. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. ഹാഫ് സെഞ്ചുറി അടിച്ച സ്പോട്ട്ലൈറ്റിന്റെ ഗാലറിയിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നത് ഇനി ദിലീപിന്റെ ആ ടോപ്പ് സീക്രട്ട് കേൾക്കാനാണ്. 3, 2, 1 ഗോ. ടോപ്പ് സീക്രട്ട് ആരോടും പറയരുത്. നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത്. 2020യുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരുപാട് 10-85 താരങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ താരങ്ങൾ ഓരോ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ ചെവിന്ന് ഈ വായിന്ന് കേട്ട് അപ്പുറത്തെ ചെവിയിൽ എത്തിക്കാതെ കൊണ്ടു നടന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമ നടന്നത്. അത് ഞാൻ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്ന് ചങ്ക് പൊട്ടാതെ കൊണ്ട് നടന്നുകൊണ്ടാണ് ഒരു വലിയ സിനിമ ഉണ്ടായത്. മരിക്കും വരെ അത് അതുപോലെ കൊണ്ടുപോണ്ടേ? കുറച്ചേമേ ഇത് ഓപ്പൺ ചെയ്യും, ഇത് എത്ര ആലോചിച്ച് വെച്ച് ഒത്തി പിടിച്ചു നടക്കാം. അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ട് ആരെങ്കിലും കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പടം ഓടി തുടങ്ങിയിട്ടുള്ളൂ. റേഡിയോ മാംഗോ 91.9 ഇനി ഒരു ഭർത്താവിനോടാണ് എന്റെ ചോദ്യം. കാശ് മുടക്കിയത് ഭർത്താവാണ്, വലിയ കാശുകാരൻ, വലിയ പ്രൊഡ്യൂസർ. ഭാര്യ എന്തുകൊണ്ട് അഭിനയിച്ചില്ല? ഒരാളുടെ ചാർജ് കൂടി കുറയ്ക്കാമായിരുന്നില്ലേ? ഇല്ല, കാശ് മുടക്കിയത് ഭർത്താവാണ്. ആ കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി അവള് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തുകൊണ്ട് മഞ്ജു അഭിനയിച്ചില്ല? അവർക്ക് പറ്റിയ സീനൊന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ മോശം എന്നല്ല, എല്ലാവർക്കും വീതിച്ചു വരുമ്പോ നമ്മൾ വിചാരിക്കണം എന്താണ്, മറ്റുള്ളവരെല്ലാവരുടെ കാര്യവും ഭംഗിയായിരിക്കണം, നമ്മളുടെ കാര്യങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് അങ്ങനെ കണ്ടാൽ മതി. മഞ്ജുവിന് ഇഷ്ടപ്പെട്ട സീൻ ഏത്? മഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൊട്ടിച്ചിരിച്ചു പോയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നസെന്റ് ഏട്ടൻ വിഷുക്കണിയുടെ ഒരു ദിവസം വന്നിട്ട് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടോണ്ട് ഇവള് ചിരിച്ച് കണ്ണൊക്കെ നിറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. മോള് മീനാക്ഷി കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ? അവൾക്ക് എല്ലാ സീനും ഇഷ്ടമായിരുന്നു. അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമിച്ച് ഇപ്പൊ ഏത് സിനിമ കാണുമ്പോഴും അവൾക്ക് എന്നെ ആരെങ്കിലും എടുത്തിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു അടി എനിക്ക് അടിക്കുകയൊക്കെ അവൾക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ബാക്കി എല്ലാ ഹ്യൂമറൊക്കെ അവള് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരു കാര്യം ഓർക്കുക, ഇനിയും നിങ്ങൾ 2020 കണ്ടിട്ടില്ലെങ്കിൽ ഈ ഫിലിമിനകത്ത് എവിടെയോ ദിലീപിനിട്ട് അടി കിട്ടുന്നുണ്ട്. ഈ സീക്രട്ട് തിയേറ്ററിൽ വെച്ച് പൊളിക്കാം. റേഡിയോ മാംഗോ 91.9 ഷാനും ദിലീപും പിന്നെ നിങ്ങളും ഓൺ 919 സ്പോട്ട്ലൈറ്റ്. Rapid fire.
50 Sundays, 50 stars, 50th spotlight. സ്പോട്ട്ലൈറ്റിന്റെ സ്റ്റേഡിയത്തിൽ ഇന്ന് ബാറ്റ് ചെയ്യുന്നത് ദിലീപ്. സ്കോർ 50 നോട്ട് ഔട്ട്. ഇനി അടുത്ത 50 സെക്കൻഡ്സിൽ റാപ്പിഡ് ഫയർ. ദിലീപ്, ആർ യു റെഡി? Here we go. ആരാണ് ദിലീപ് എന്ന പേരിട്ടത്? എന്റെ കൊച്ചച്ഛൻ. കേരളത്തിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്ത്? മൊബൈൽ ഫോണിലെ ക്യാമറകൾ. ഇപ്പോ പേഴ്സിൽ എത്ര രൂപയുണ്ട്? എന്റെ പേഴ്സ് ഇല്ല. പിന്നെ എന്തിനാ പേഴ്സിന്റെ അകത്ത് രൂപയുടെ കാര്യം ചോദിക്കുന്നത്? ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, സത്യം പറയുമോ? സത്യം പറയും. ഉയരം എത്ര? 5 അടി 8 ഇഞ്ച് ഇല്ല. അതിനോട് അടുത്ത് 170 സെന്റിമീറ്റർ. ഇവരുടെ മുഖത്ത് നോക്കി പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, മോഹൻലാൽ. താങ്ക്സ് ലോട്ട് ലാലേട്ടാ. മമ്മൂട്ടി. താങ്ക്സ് ലോട്ട് മമ്മൂക്ക. ഇവരിൽ ഏറ്റവും നന്നായി കോമഡി ചെയ്യുന്നത് ആര്? എ മുകേഷ്, ബി ജയറാം, സി ദിലീപ്. ദിലീപ്. വൈ? ദിലീപിലും മുകേഷും ഉണ്ട്, ജയറാമും ഉണ്ട്. കാരണം എനിക്ക് മിമിക്രി അറിയാം. അപ്പൊ ഇവർ 3 പേര് അതിനകത്തുണ്ട്. വിഷമം വരുമ്പോൾ ദിലീപ് എവിടെ പോയിരിക്കും? വിഷമം വരുമ്പോ ഞാൻ ഫോണെല്ലാം ഓഫ് ചെയ്ത് മിണ്ടാതെ സുഖമായി കിടന്നുറങ്ങും. ഒരു വിഷമം വരുമ്പോൾ ആദ്യം ദിലീപിന്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന കൂട്ടുകാരനാര്? നാദർഷ. സിഗരറ്റ് വലിക്കോ? യെസ് ഓ നോ? പണ്ട് വലിച്ചിരുന്നു. ടീ ഓ കോഫി? മിൽക്ക്. പെഗ് കഴിക്കുമ്പോൾ കൂടെ കഴിക്കാൻ ഇഷ്ടം? സോഡ അല്ലെങ്കിൽ വെള്ളം. ഡെയിലി ഇത് എത്ര കഴിക്കും? ഡെയിലി കഴിക്കാറില്ല. മുഴുവൻ വായിച്ചിട്ടുള്ള പുസ്തകം? 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. എറണാകുളം മഹാരാജാസിലാണ് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് പഠിച്ചത്. ഇനി എന്റെ ക്വസ്റ്റ്യൻ, മഹാരാജാസിലെ ഗോപാലകൃഷ്ണന് തൊട്ടടുത്തുള്ള സെന്റ് തെരാസസ് കോളേജിലെ എത്ര സുന്ദരികളോട് പ്രണയം തോന്നിയിരുന്നു? ഒരുപാട്. ഒരു കാര്യം ഉണ്ടായില്ല, നമ്മളുടെ കോളേജിൽ തന്നെ ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളുണ്ട്. അപ്പൊ പിന്നെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അവിടെ നോക്കണോ ഇവിടെ നോക്കണോ കൺഫ്യൂഷൻ. പക്ഷെ ഒരു കാര്യമില്ല. സാറുടെ ഫസ്റ്റ് ലവ് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഏകദേശം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അത് തോറ്റു. ഏറ്റവും ലവ് അഫെയർ എത്രാമത്തെ വയസ്സിലായിരുന്നു? ഏറ്റത് സ്കൂൾ ജീവിതവും കോളേജൊക്കെ കഴിഞ്ഞപ്പോഴേ ഏറ്റത്. കുട്ടി ഇപ്പൊ വീട്ടിലുണ്ടപ്പ. ഭാര്യയായിട്ട്? അതെ. അതൊരു പ്രണയത്തെക്കാൾ കൂടുതൽ ഒരു സൗഹൃദ ബന്ധമാണ്. ഒരു ഫ്രണ്ടിന്റെ മിസ്സിംഗ് ആണ് ചിലപ്പോ ആ ഒരു സ്ഥലത്തെത്തിയത്. മഞ്ജു വാര്യറിനെ കാണുന്നതിന് മുമ്പ് ദിലീപ് എന്ന വ്യക്തിയുടെ മനസ്സിലുള്ള സ്ത്രീ സങ്കല്പം എന്തായിരുന്നു? സ്ത്രീ സങ്കല്പം ഇനിയിപ്പോ ആ രൂപത്തിലുള്ള ആരെങ്കിലും ഇടി പിന്നെ അവര് വന്നിട്ട് നമ്മള് ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്താ നമ്മളെ അന്വേഷിക്കാത്തത്, എന്തിനു വെറുതെ ടെൻഷൻ ഉണ്ടാക്കണം. ഒരുപാട് പേർക്ക് കേൾക്കാൻ ആശയുള്ള ഒരു ചോദ്യം, ആദ്യം ആരാണ് ഇത് പറഞ്ഞത്? എന്നെ കല്യാണം കഴിക്കണം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. ചോദിച്ചത് ഞാൻ ചോദിച്ചു, അവൾ സമ്മതിച്ചു. റേഡിയോ മാംഗോ 91.9 ഇത് 919 സ്പോട്ട്ലൈറ്റ്. ഒരു സ്പോട്ടിൽ ഒരു സിറ്റുവേഷൻ, ഓൺ ദ സ്പോട്ട് ഓൺ 919 സ്പോട്ട്ലൈറ്റ്. ലെറ്റ്സ് ഗോ. ഞാനാണ് ഒബാമ എങ്കിൽ ബറാക് ഒബാമ ദിലീപ് ആണെങ്കിൽ? തീർച്ചയായിട്ടും ഞാനിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടിരുന്നേനെ. വൈറ്റ് ഹൗസും അതിന്റെ അകത്ത് ഓടിയിടുന്ന അർമാദിച്ചേനെ. ഞാനാണ് ഒസാമ എങ്കിൽ ഒസാമ ബിൻ ലാഡൻ ദിലീപ് ആണെങ്കിൽ? ഞാൻ പുറത്തിറങ്ങൂല, ആട്ടിക്കൊണ്ട് പെരുക്കൂല, അമ്മാരി പണികളല്ലേ ചെയ്യണേ. റിയൽ ലൈഫിൽ ഒരാളെ തല്ലാൻ കിട്ടിയാൽ ഓടിച്ചിട്ട് തല്ലും. തല്ലിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ. കിട്ടിയിട്ടുണ്ടോ? ഒരടി എന്ന് പറയുമ്പോ അങ്ങോട്ട് ഉണ്ടാവില്ലേ, ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ അടി. അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധി ദിലീപിനെ എങ്ങനെ ബാധിച്ചു? ഡോളർ റേറ്റ് അങ്ങോട്ട് മാറുമ്പോൾ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാവും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ മൗറീഷ്യസിൽ സോങ് ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോ ഡോളർ റേറ്റ് കൂടുക. അപ്പൊ നമ്മൾ ഈ ഇന്ത്യൻ മണി നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതൊക്കെ അവിടുത്തെ നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. ദിലീപ് ഹിസ്റ്ററിയാണ് പഠിച്ചത്, റൈറ്റ്? റൈറ്റ്. ജാലിയൻവാല ബാഗിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല ബാഗാണത്. കാരണം ഒരുപാട് സാധനങ്ങൾ കൊള്ളുക ബാഗില്. 2ാം പാനിപ്പട്ട് യുദ്ധം എപ്പോഴാണ് നടന്നത്? 1526 ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് അല്ലേ? ഗുഡ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. It's time for Crossfire on 919 Spotlight. Are you ready, sir? ഞാൻ റെഡി. ഞാൻ വന്ന് പെട്ടുപോയില്ലേ. സിനിമയിൽ സ്ക്രിപ്റ്റ് തിരുത്തുന്ന സൂപ്പർ സ്റ്റാർ ആണ് ദിലീപ്. Is that true, sir? ഒരു മോശപ്പെട്ട സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടെങ്കിലും ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എന്റെ ക്യാരക്ടർ നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ബലം പിടിക്കുകയോ അതെന്റെ സംവിധായകരോടും റൈറ്റേഴ്സിനോടും ചോദിച്ചാൽ അറിയാം. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. ഇന്ന് ഞാൻ ബേസിക്കലി ഒരു ടെക്നീഷ്യനാണ്. Alright, sir. Question number 2. മോഹൻലാൽ എക്സ്ട്രാ മാസ്കുലർ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ട്, ദിലീപ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തോറ്റോ? ഞാൻ ആദ്യമായിട്ട് 10-15 പേരെ ഒരുമിച്ച് അടിച്ച് ഇട്ടത് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഒരു സൈക്കിൾ ഫൈറ്റ്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ജോഷി സാറിന്റെ റൺവേ എന്ന ചിത്രത്തിൽ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ എന്നെ വെച്ച് എങ്ങനെ പടം ചെയ്യണം, എന്നിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പുറത്തെടുക്കുന്ന ആ ഡയറക്ടറുടെ കഴിവാണ്. മനസ്സിലായില്ല. അതിലൊരു പരാജയം സംഭവിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൺ എന്ന് പറയുന്ന സിനിമ. ആ സിനിമയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്സിന്റെ ഭയങ്കര സാമ്യം ഉണ്ടായിരുന്ന സിനിമ. ആ സിനിമയ്ക്ക് അതിന്റെ ഡെപ്ത് ഉണ്ടായിരുന്നില്ല, ക്യാരക്ടറും ഡെപ്ത് ഉണ്ടായിരുന്നു. അതെല്ലാം ഉൾക്കൊള്ളുന്നു ആ പരാജയം നമ്മൾ സമ്മതിക്കും. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. ഇത് 919 സ്പോട്ട്ലൈറ്റിന്റെ 50th എപ്പിസോഡ്. ഇനി ദിലീപിന്റെ മിമിക്രി. എന്റെ മാംഗോക്കാർക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വെറുതെ കിട്ടൂല, ഇങ്ങനെ തിന്നാ പോരെ. എങ്ങനെയുണ്ട്?
അങ്ങനെയുണ്ട്. സ്കൂൾ ലൈഫിൽ ആദ്യമായിട്ട് ദിലീപ് ചെയ്ത മിമിക്രി ഐറ്റം എന്തായിരുന്നു? എനിക്കൊരു സാറുണ്ടായിരുന്നു, കരുണാകരൻപിള്ള സാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്റെ അച്ഛനെ പഠിപ്പിച്ച സാറാണ്. അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അച്ഛന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന അന്നത്തെ അടി മുഴുവൻ എനിക്ക് കിട്ടും. എന്നും എനിക്ക് ഒരു അടി കിട്ടും. ആ അടി കിട്ടാണ്ട് ഞാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം കരുണാകരൻപിള്ള സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്തോ ഒരു തമാശ പുള്ളി പറഞ്ഞപ്പോ ഭയങ്കര ചിരി വന്നു. ഞാൻ ഇത്തിരി ഓവറായിട്ട് ചിരിച്ചു. പെട്ടെന്ന് പുള്ളി ചിരി നിർത്തി കഴിഞ്ഞപ്പോ പിള്ളേരും ചിരിത്തി. പക്ഷെ നോട്ടം മുഴുവൻ എന്നിലായിരുന്നു. നീ എന്തിനാണ് ഇത്ര കൂടുതൽ ചിരിച്ചെന്നേ? ഞാനെന്ന് പ്രതിജ്ഞ എടുത്തേക്കാണ്, ഇന്ന് ഞാൻ അടി വാങ്ങില്ല. പുള്ളി എന്നെ തന്നെ നോക്കിക്ക. പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ് ക്ലാസ്. എല്ലാവരും എന്നെ നോക്കും, സാറിനെ നോക്കും, എന്നെ നോക്കും. ഇത് നടന്നുകൊണ്ടിരിക്കുക. അന്ന് എന്നെ ഒരാൾ ചതിച്ചു. എന്റെ പുരികം സാറിനോട് എന്തായി എന്നുള്ളൊരു സാറ് അറിയാണ്ട് വന്നു. അതിന്റെ പേരിൽ അടിയിട്ടി. സാർ വിജയിച്ചു, എന്റെ പുരികം എന്നെ ചതിച്ചു. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളോടൊപ്പം എന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ. ഇത് സ്പോട്ട്ലൈറ്റിന്റെ 50th എപ്പിസോഡാണ്. ആഹാ, എത്ര മനോഹരമാണ് റേഡിയോ മാംഗോ വന്നപ്പോൾ ഈ ഓഫീസെല്ലാം കാണാൻ. എന്റെ മുമ്പിലേക്ക് കേക്ക് വന്നിരിക്കുന്നു. വളരെ മനോഹരമായ കേക്ക്. മുറിക്കൻ കത്തി. ഓക്കെ, താങ്ക് യു കത്തി എന്റെ കൈ കിട്ടി. ഓക്കെ, ഇതെന്താണിത്? 10-50 മെഴുകുതിരികൾ. ഇത് ഊതിക്കെടുത്തുള്ള ശ്വാസം ഇപ്പൊ തൽക്കാലം എന്റെ കയ്യിലില്ല. കാരണം ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഓടി വരികയാണ്. അപ്പൊ ഒരു എന്നെ കൊണ്ട് ആ പറ്റാവുന്ന രീതിയിലുള്ള ശാസ്ത്രം ഞാൻ നേരുന്നു. നാട്ടിലെങ്ങും പാട്ടാവട്ടെ. എല്ലാവിധ നന്മകളും ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. 91.9 നാട്ടിലെങ്ങും പാട്ടായി. ഓക്കെ.